നമസ്തേ. 14/6/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലം. ചിങ്ങം മീനം രാശിക്കാർക്ക് ശുഭവും, ഇടവം കന്നി തുലാം ധനു മകരം രാശിക്കാർക്ക് മധ്യമവും, മേഢം മിഥുനം കുംഭം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവുമാണ്. ഇനി നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ കൃത്യമായി എല്ലാ ദിവസവും ലഭിക്കണമെന്നുള്ളവർ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ യൂട്യൂബിലാണ് ഇത് പോസ്റ്റ് ചെയ്യുക 10 മണിക്ക്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുക. ഇടയ്ക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യൂട്യൂബിലാണ് ഇത് പോസ്റ്റ് ചെയ്യുക. പിന്നെ സമയം കിട്ടുമ്പോൾ ഫേസ്ബുക്കിലേക്ക് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബ് കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കണമെന്നുള്ളവർ ഇതെൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസുണ്ട്, അതും കൂടെ അറിഞ്ഞിരിക്കണം. ഇനി ഇത് ഈ കലിയുഗമാണ്. കലിയുഗത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന നാമജപം തന്നെയാണ്. കാരണം സ്വന്തമായി ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഫലം കൂടുതൽ കിട്ടുക. നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനെ വിളിച്ചാൽ അതിനായിരിക്കും ഫലം കൂടുതൽ കിട്ടുക, മറ്റുള്ള എല്ലാത്തിനേക്കാളും. അതിന് കഴിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നിത്യവും നാമം ജപിക്കുക എന്നുള്ളത് ഏത് വലിയ ദോഷങ്ങളെയും ഒരു പരിധിവരെ പരിഹരിക്കാൻ വളരെ നല്ലതാണ്. അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും നാമജപമൊക്കെ ചെയ്യുക. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായൊരു ദിവസമാണ്. എങ്കിലും അവർക്ക് മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. എങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ഒരു അലസത ഉണ്ടാവും. അതേപോലെ ആരോഗ്യകാര്യം അത്ര തൃപ്തികരമായിരിക്കില്ല. പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും. ഭക്ഷണമൊക്കെ വളരെ നല്ല രീതിയിൽ കരുതലോടുകൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഉദര സംബന്ധമായ സുഖങ്ങൾ ബാധിക്കാനുള്ളൊരു സാധ്യത മേടൻ രാശിക്കാർക്ക് ഈ ദിവസമുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷവും മേടൻ രാശിക്കാർക്കുണ്ടാവും. അതേപോലെ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് ധനപരമായോ ഭൂമി സംബന്ധമായ കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ മറ്റുള്ളവരുമായിട്ട് കലഹവും ഉണ്ടാകാം. മുൻകോപത്തെ നിയന്ത്രിക്കണം. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ വേണം ഈ ദിവസം മേടക്കൂറുകാർ ഉപയോഗിക്കാൻ. കാരണം കുറച്ച് നാളത്തേക്ക് അവർക്ക് വാക്കുകൾ അത്ര അനുകൂലമല്ലാത്ത സമയമാണ്. അത് മനസ്സിലാക്കി വാക്കുകളെ വളരെ നിയന്ത്രണമായിട്ട് ഉപയോഗിക്കുക. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമല്ല. അതുകൊണ്ട് അവർ പറയുന്ന ഉപദേശങ്ങളെയൊക്കെ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല, കേൾക്കുന്നതിന് കുഴപ്പമില്ല. അത് സ്വീകരിക്കുന്നത് സ്വന്തം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാണ്ട് അവരത് പറഞ്ഞിട്ട് ഞാനത് ചെയ്തു അതുകൊണ്ട് എനിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ ഉത്തരവാദിത്വത്തോടെ ശ്രദ്ധയോടുകൂടി വേണം മേടൻ രാശിക്കാർ ഓരോ കാര്യവും പ്രവർത്തിക്കാനായിട്ട്. ധനപരമായി നഷ്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധ
ആവശ്യമാണ്. മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ഏഴരശനിയൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്, അതിൻ്റെ ആരംഭ കാലഘട്ടമാണ്. അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽരംഗത്തും മനസ്സിനുമൊക്കെ അതിൻ്റേതായ ശനിയുടെ ഇതുണ്ടാവും. ഇപ്പോൾ ജാതകത്തിൽ ശനി അനുകൂലം അല്ലെങ്കിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതൽ അനുഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലയും വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. മേലുദ്യോഗസ്ഥരുടെയൊക്കെ അനുകൂലമല്ലാത്ത ചില പ്രതികരണങ്ങൾ ഈ ദിവസം ഉണ്ടാകാനുള്ള സാധ്യതയും കരുതിയിരിക്കണം. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യം അത്ര അനുകൂലമല്ല. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ഒരു കാര്യത്തിനും ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ, ഒരു സ്ഥിരത ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആസ്മ, മാനസിക അസ്വസ്ഥത തുടങ്ങിയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ പിത്ത സംബന്ധമായ അസുഖമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ തലകറക്കമൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർ ഈ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം എന്നർത്ഥം. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ഇടവൻ രാശിക്കാർക്ക് ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാലും ചെറിയ ധനപരമായ വരവും ഉണ്ടാകും. അപ്പോൾ ആ വരവുണ്ടാകുമ്പോൾ ആ കടം തീർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ വരുന്ന തുക മറ്റെന്തെങ്കിലും കാര്യത്തിന് മാറ്റി വെച്ചിരുന്നാൽ അതും നടക്കില്ല, കടം തീർക്കുക എന്ന കാര്യവും നടക്കില്ല. അങ്ങനെ വരുന്നത് കൊണ്ട് കിട്ടുന്ന അപ്പോൾ തന്നെ ഒന്ന് കടം തീർക്കുക. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. അതേപോലെ ചെറിയ കലഹങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് പല ദോഷങ്ങളെയും മാറ്റാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ വരാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. മക്കൾ അനുകൂലമാണ്. അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. ഇടവൻ രാശിക്കാരാണ്. അതുകൊണ്ട് ആ ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് നോക്കുന്നത് നല്ലതാണ്. തൊഴിൽ രംഗത്തൊക്കെ മേന്മയുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലാളികളുമൊക്കെ ആയിട്ട് നല്ല സഹകരണത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അത് അനുകൂലമായിട്ട് വരുന്നില്ലെങ്കിൽ ജാതകം പരിശോധിപ്പിക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനം ജാതകത്തിലെ ദോഷഗ്രഹം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്യുന്നതാണ്. പരിഹാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പരിഹാരം നാമം ജപിക്കുക, തൻ്റെ ഇഷ്ടദേവതയുടെ നാമം ജപിക്കുക എന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാത്തിനുള്ള പരിഹാരമുള്ളത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി ഒരു നിർവാഹമില്ല എങ്കിൽ മറ്റു പരിഹാരങ്ങളെയൊക്കെ തേടിപ്പോവുക. മിഥുനം രാശി. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. അവർക്ക് മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ബുദ്ധിയും അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. എല്ലാത്തിലും ഒരു ആത്മവിശ്വാസം കുറയുന്ന സമയമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. കുറച്ച് നാളത്തേക്കും കൂടെ അങ്ങനെയാണ്. അതേപോലെ അലസത, ആരോഗ്യക്ഷയം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നേത്രരോഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഉഷ്ണരോഗങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കുക. മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമല്ല. ആസ്മ, ഉദരസംബന്ധമായ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ പ്രത്യേകിച്ച് അനുഭവിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ പൊതുവെ മിഥുന രാശിക്കാർക്ക് അനുകൂലമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല. അതുകൊണ്ട് അവരുടെ ഉപദേശങ്ങളൊക്കെ
വേണ്ട രീതിയിലേ സ്വീകരിക്കാവൂ. ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ അല്ലെങ്കിൽ കരാറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ ആവശ്യമാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ ഒരു പ്രത്യേക ശ്രദ്ധ മിഥുനം രാശിക്കാർ കൊടുക്കുന്നത് നന്നായിരിക്കും. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം. കർക്കിടകം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യവും മനസ്സും ബുദ്ധിയും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. പൊതുവെ ശാരീരിക ആരോഗ്യം വലിയ ദോഷമില്ലാതിരിക്കും. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ അലർജി സംബന്ധമായ അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹവും മുൻകോപം മൂലമുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. എടുത്തുചാട്ടം വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാവൂ. വാക്കുകൾ മൂലം കുറേ നാളത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ദിവസം ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം അത് കുറച്ച് നാളത്തേക്ക് നീണ്ടു നിന്ന് മനസ്വസ്ഥ നഷ്ടപ്പെടുത്താനുള്ള യോഗമുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടുകൂടി വേണം കർക്കിടക രാശിക്കാർ വാക്കുകൾ ഉപയോഗിക്കാൻ. വാക്കുകൾ കൊണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ മറ്റുള്ളവർ മനസ്സിലാക്കിയില്ലെങ്കിലും അത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് പരമാവധി വാക്കുകളെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാനായിട്ട് കർക്കിടകൂറുകാർ ഈ ദിവസം ശ്രമിക്കുക. അഥവാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിട്ടിട്ട് അഭിപ്രായം പറയുന്ന ഒരു സ്ഥിതി ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. കർക്കിടകൂറുകാർ സുഹൃത്തുക്കളും ബന്ധുക്കളും അനുകൂലമല്ലാത്ത ദിവസമാണ്. അതേപോലെ തൊഴിൽപരമായി നഷ്ടമുണ്ടാകാനും ധനപരമായി നഷ്ടമുണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതയുള്ളൊരു സമയമാണ്. തൊഴിലിലും വളരെയധികം ശ്രദ്ധിക്കണം. തൊഴിൽ നഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധയോടെ തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കണം. സഹപ്രവർത്തകരും ഒന്നും അത്ര അനുകൂലമല്ല. അതേപോലെ ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും. ഒരു കാരണവശാലും കർക്കിടക രാശിക്കാർ ഈ ദിവസം ലഹരി പദാർത്ഥം ഉപയോഗിക്കരുത്. കാരണം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെ ദോഷം ചെയ്യും. തൊഴിൽ മേഖല ശ്രദ്ധിക്കുക. കർക്കിടകൂർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും ഒരു ഒഴിവാക്കുക കർക്കിടകൂറുകാർ കേട്ടോ. ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു ദിവസമാണ്. ആരോഗ്യവും അതുപോലെ മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. പൊതുവെ ഒരു ഐശ്വര്യം ഉണ്ടാകുന്ന ദിവസമാണ്. ഒരു അഭിപ്രായ സ്ഥിരതയൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. മാതൃപിതൃസ്ഥാനീയരും ഗുരുക്കന്മാരൊക്കെ ഒരു പരിധിവരെ ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കുവാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അതൊക്കെ പരിഹരിച്ചെടുക്കുകയും ചെയ്യാൻ കഴിയും. മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായിരിക്കുകയും ചെയ്യും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവുമൊക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. എങ്കിലും മേലുദ്യോഗസ്ഥരൊക്കെ അനുകൂലമായിരിക്കും. ഒരു സ്ഥാപനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾ അത്ര അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ചിങ്ങൻ രാശിക്കാർ ലഹരി പദാർത്ഥം ഉപയോഗിക്കരുത്. കാരണം ഇവർക്ക്
അത് അനുകൂലമല്ലാത്തൊരു ദിവസമാണ്. അതേപോലെ അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങൾ ഈ ദിവസം ഉണ്ടാകാതിരിക്കാനും ചിങ്ങൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യം അത്ര തൃപ്തികരമല്ല. ഈ പകർച്ചവ്യാധികൾ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വരാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ഉള്ള സംസർഗം ഈ ദിവസം കന്നിക്കൂറുകാർ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പൊതുവെ ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമാണ്. അലസത ഉണ്ടാവും. എല്ലാ കാര്യങ്ങളെയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന ഒരു സ്വഭാവം ഈ ദിവസം കന്നിക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിളർച്ച, ദഹനക്കുറവ്, പിത്തസംബന്ധമായ അസുഖങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. അതുപോലെ ആസ്മ, മാനസികമായ അസ്വസ്ഥതയുള്ളവർ വളരെ കൃത്യതയോടെ മെഡിസിനൊക്കെ ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കണം. ആസ്മ പോലുള്ള അസുഖമുള്ളവരൊക്കെ. സഹോദര സ്ഥാനികർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം കാര്യമായി ഉണ്ടാകാൻ കഴിയുന്ന ഒരു ദിവസമാണ് കന്നിക്കൂറുകാർക്കിത്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകും. എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ ദോഷങ്ങൾ കുറയുകയും ചെയ്യും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ വളരെ ശ്രദ്ധയും കരുതലും മറ്റുള്ളവരുടെ ഉപദേശവും ഒക്കെ ആകാം. ഉപദേശം കേൾക്കാം, സ്വീകരിക്കേണ്ടത് നമ്മളുടെ ബുദ്ധി കൊണ്ടാണ്. ഇതെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ ഇടപെടുമ്പോൾ. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ തൊഴിൽ രംഗത്ത് അത്ര മേന്മയില്ലാത്ത സമീപനങ്ങൾ ഉണ്ടാകും. അത് കരുതിയിരിക്കുകയും വേണം. ഇനി തുലാം രാശി. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇത്. തുലാം രാശി എന്ന് പറഞ്ഞാൽ ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല തുലാം രാശിക്ക്. ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാവും. വിളർച്ച, അതുപോലെ നേത്രരോഗങ്ങൾ, പൊള്ളലൊക്കെ ഏൽക്കാൻ സാധ്യത രീതിയിലുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ തുലാം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ആസ്മ തുടങ്ങിയ അലർജി രോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയൊന്നും അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ദിവസമായിരിക്കും. സഹോദര സ്ഥാനീയർക്ക് അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കറിയും. അതേപോലെ കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. ധനപരമായി നേട്ടങ്ങളുണ്ടാകും. മക്കൾ അനുകൂലമാണെങ്കിലും ജീവിത പങ്കാളി അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ജാതക പരിശോധനയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ജാതകം പരിശോധിച്ചിട്ട് വേണ്ട പരിഹാരങ്ങൾ, നാമജപങ്ങളൊക്കെ നടത്തുന്നത്, ജാതകാനുകൂലമായ കാര്യങ്ങൾ കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. നാമജപമൊക്കെ ആയിട്ട് ജാതകത്തിലെ ദോഷഗ്രഹങ്ങൾ ഏതാണെന്ന് കണക്കൂട്ടിന് അതിനനുകൂലമായ നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ വൃശ്ചികം. ഇനി വൃശ്ചിക രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള സമയമാണ്. എങ്കിലും അവർക്ക് മനസ്സ്, ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും.
ഒരു അഭിപ്രായ സ്ഥിരത അവർക്ക് ആ ദിവസം ഉണ്ടാവും. അത് അവരെ സംബന്ധിച്ചിടത്തോളം, വൃശ്ചികക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമായ ഒരു കാര്യമാണ്. എന്നാൽ ഉഷ്ണ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രതിരോധ ശക്തി കുറവ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, പിത്ത സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മൂലം വൃശ്ചിക രാശിക്കാർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും, കടബാധ്യത ഉണ്ടാവും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനമൊക്കെ അശ്രദ്ധമായി ഓടിക്കാതിരിക്കുക, അപകടകരമായ തൊഴിൽ ചെയ്യുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃശ്ചിക രാശിക്കാർ കുറച്ച് നാളത്തേക്ക് ചെയ്യണം. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എടുത്തുചാട്ടം മൂലം പല പ്രശ്നങ്ങളുണ്ടാവാം. വാക്കുകൾ ഒട്ടും അനുകൂലമല്ല. വൃശ്ചികം രാശിക്കാർ ഉപയോഗിക്കുന്ന വാക്കുകൾ വേണ്ട വിധത്തിൽ മറ്റുള്ളവരത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പറയുന്നതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. അതേപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് ആവശ്യമില്ലാത്ത പേരുദോഷങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും വൃശ്ചിക രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക മൂലം കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത അവസ്ഥ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകും. തൊഴിലരംഗവും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വൃശ്ചിക രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ നല്ല ദോഷം അനുഭവിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുക, ഈശ്വരാരാധന നടത്തുക, നാമജപം നടത്തുകയൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് ഇത് തൻ്റെ ആ ദിവസത്തിൻ്റെ ആരംഭത്തിൽ, ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ ചെയ്യണം. രാവിലെ തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇനി ധനുരാശി. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. ഉദര സംബന്ധമായ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങളുള്ളവർ, അതിൽ വൃക്ക രോഗമുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. അലർജി രോഗങ്ങളും ദോഷം ചെയ്യും. പൊതുവേ ഒരു ആരോഗ്യപരമായിട്ട് അനുകൂലമല്ലാത്തൊരു ദിവസമായിരിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അലസതയും ആത്മവിശ്വാസക്കുറവും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. മാതൃപിതൃ സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ്. കടബാധ്യത ഉണ്ടാകുന്ന സമയമാണ്. മറ്റുള്ളവരുമായി കലഹവും ഉണ്ടാകും. വാക്കുകളും അനുകൂലമല്ല. അതുകൊണ്ട് വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ അത് കുറച്ച് നാളത്തേക്ക് നിൽക്കാൻ ധനുരാശിക്കാർക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. മക്കളും അനുകൂലമാണ്. അതുകൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ധനുരാശിക്കാർക്ക് ഉണ്ടാകും. തൊഴിൽപരമായി അത്ര അനുകൂലമായ സമയമല്ല. സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ധനുരാശിക്കാർക്ക് ഉണ്ട്. ഇനി മകരം രാശി. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യം അത്ര അനുകൂലമൊന്നുമല്ല. എങ്കിലും മനസ്സും ബുദ്ധിയുമൊക്കെ മകരം രാശിക്കാർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ ഒരു അലസത, ഒരു ആത്മവിശ്വാസക്കുറവ് എപ്പോഴും മകരം രാശിക്കാർക്ക് ഈ ദിവസം ഉണ്ടാവും. ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാവും. ഉഷ്ണരോഗങ്ങൾ, വിളർച്ച, ഇതൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനും കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ധനപരമായി ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ തോതിലൊക്കെ ഉണ്ടാകാം. എന്നാലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. തൊഴിലരംഗം പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒരു കാരണവശാലും മകരം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കാരണം ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇത് ഒരു കാരണമായി തീരരുത്.
അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. സമയദോഷത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമയദോഷം ഉണ്ടാകുമ്പോൾ ശ്രദ്ധ അനിവാര്യമാണ്, ദോഷമുണ്ടാകാതിരിക്കാൻ എന്നുകൂടെ മനസ്സിലാക്കിയിട്ട് പോവുക. ഇനി കുംഭം രാശി. കുംഭൻ രാശിക്ക് ദോഷകരമായ ദിവസമാണ്. ആരോഗ്യമോ മനസ്സോ അനുകൂലമായിരിക്കില്ല. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. അലസതയൊക്കെ ആയിരിക്കും. അപ്പോൾ അതേപോലെ ഉദര സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും. അലർജി സംബന്ധമായ അസുഖങ്ങൾ, മാനസിക അസ്വസ്ഥ ഉള്ള കുംഭൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല. മറ്റുള്ളവരുമായി കലഹവും ശത്രുക്കൾ മൂലമുള്ള ദോഷവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ വേണം കുംഭൻ രാശിക്കാർ ഉപയോഗിക്കാൻ. കാരണം അവർ പറയുന്ന കാര്യം മറ്റുള്ളവർ വേണ്ട രീതിയിൽ എടുക്കില്ല. അതുകൊണ്ട് പരമാവധി വാക്കുകൾ കുറച്ച് ഉപയോഗിക്കുക. അതുപോലെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കയറി അഭിപ്രായം പറയാതിരിക്കാനും കുംഭൻ രാശിക്കാർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. അപമാനം, അപകീർത്തിയൊക്കെ ആവശ്യമില്ലാതെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് കുംഭൻ രാശിക്കാർക്കെന്നുള്ളത് കൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ്. ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽരംഗം അത്ര മേന്മയുള്ളതൊന്നുമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറച്ച് മനപ്രയാസകരമായ അവസ്ഥ തൊഴിൽരംഗത്തുണ്ടാവും. തൊഴിലാളികൾ, സ്ഥാപനം നടത്തുന്നവർക്ക് തൊഴിലാളികൾ അത്ര അനുകൂലമായി കൊള്ളുന്നില്ല. ഒരു കാരണവശാലും കുംഭൻ രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. തൊഴിൽ രംഗത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇനി മീനം രാശിക്കാർക്ക് ശുഭകരമായൊരു ദിവസമാണ്. ആരോഗ്യവും മനസ്സുമൊക്കെ പൊതുവെ അനുകൂലമാണ്. ഒരാത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അലസത ഉണ്ടാവും. എന്നാൽ ഈ അലസത ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ശത്രുക്കളായിട്ടുള്ള ആളുകളെ മിത്രങ്ങളാക്കാൻ ഈ ദിവസം ശ്രമിക്കാവുന്നതാണ്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. എന്നാൽ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. തൊഴിൽ രംഗത്തും അത്ര മേന്മയുള്ള സമയം അല്ല. മീന രാശിക്കാരും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല. ഞാനത് ആദ്യവും അവസാനവും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലർ ഇപ്പോഴും അത് വ്യക്തിപരമായ ഫലം പോലെ കരുതുന്നുണ്ടല്ല. ഇത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചനയാണ്. ഈ നാളിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ്, ഒരു സൂചനയാണ്. അത് വന്നുകൊള്ളണമെന്നല്ല. നിങ്ങളുടെ ജാതകത്തിൻ്റെ വ്യതിയാനം അനുസരിച്ച് അതിനകത്ത് മാറ്റം ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെയൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്ന സ്ഥലത്തു നിന്ന് മാറിപ്പോകുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതയുള്ളിടത്തേക്ക് പോകാതിരിക്കുകയോ, വാക്കുകളൊക്കെ നിയന്ത്രിക്കണമെന്ന് പറയുന്നിടത്ത് വളരെ നിയന്ത്രണത്തോടെ ഇരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാൽ തനിക്ക് വരാവുന്ന ദോഷം ഒരു 50% കുറയ്ക്കാനായിട്ട് കഴിയും. അങ്ങനെ കഴിയണം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നവർക്ക് എന്തായാലും അത് ഗുണകരമാകുക തന്നെ ചെയ്യും. ഇതിൻ്റെ ഇടയിലൊക്കെ വരുന്ന കമൻറ്റുകൾ കണ്ടറിയാം, ഒരുപാട് പേർക്ക് ഗുണമാകുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി.